Hello everyone, welcome back to Raj Talks or Romeo, writer, director, dialogues by വിശാൽ ഭരദ്വാജ്. വിശാൽ ഭരദ്വാജിന്റെ ഫിലിമോഗ്രഫിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമകളുണ്ട്. അതിൽ ഓംകാര, ഹൈദർ, മക്ബൂൽ, പിന്നെ പുള്ളിയുടെ ലാസ്റ്റ് ആയിട്ട് വന്ന ഖൂഫിയ, അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതെന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സ് മൂവിയാണ്. അതിൽ കൂടെ പുള്ളി അതിന് കൊടുത്തിരിക്കുന്ന ഒരു ക്വാളിറ്റി ഓഫ് വർക്കുണ്ട്, അടിപൊളിയാണ്. പക്ഷേ പുള്ളിയുടെ ഷേക്സ്പീരിയൻ ട്രാജഡി അതിനോടുള്ള പുള്ളിയുടെ ഒരു ഒബ്സെഷനുണ്ട്. ഇപ്പോൾ ഓംകാരയാണെങ്കിലും ഹൈദർ ആണെങ്കിലും മക്ബൂളിലാണെങ്കിലും ഒക്കെ ഈ ഷേക്സ്പീരിയൻ ട്രാജഡി, മാക്ബത്ത്, ആ കഥകളൊക്കെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ ഇന്ത്യൻ റൂട്ടഡ് വേർഷൻ എന്നാണ് ഞാൻ പറയുന്നത്. അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ആ പെയിൻ ഭയങ്കരമായിട്ട് കിട്ടും. എത്ര പേർക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓംകാര എന്ന് പറഞ്ഞ സിനിമയിൽ അജയ് ദേവ്ഗൺ ഒരു കല്ലിങ്ങനെ എടുത്തിട്ട് തൻ്റെ പാർട്ട്ണറെ സംശയിക്കുന്നു എന്നുള്ളൊരു ഫീല് കിട്ടുമ്പോൾ സൈഫ് അലി ഖാൻ പറയുന്ന കഥ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഹാ യാ നാ എന്നിങ്ങനെ ചോദിച്ച് വന്നിട്ട് കല്ലെടുത്തിട്ട് ഇങ്ങനെ തച്ച് 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 പുള്ളി ഇങ്ങനെ കുറേ ചോദ്യം ചെയ്യും. അത് ആ ചോദ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഭയങ്കര രസമാണ് സീൻ സീക്വൻസ് എടുത്തിരിക്കുന്നത്. അതൊരു പ്രോപ്പർ ലൈറ്റിങ്ങോ അങ്ങനെയൊക്കെ അല്ലെന്നാണ് എൻ്റെ ഓർമ്മ. പണ്ട് കണ്ട ഓർമ്മയാണ്. ഈ സിനിമ കണ്ടപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ മനസ്സിലൂടെ പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ എടുത്തൊരു മനുഷ്യൻ, പ്രത്യേകിച്ചും പുള്ളിയുടെ ഡയലോഗ്സ് ഒക്കെ അത്ര ഇൻറ്റൻസ് ആണ്. ഹൈദർ, മറ്റേ കാശ്മീരിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ ഷാഹിദ് കപൂറിൻ്റെ ഹൈ പെർഫോമൻസ് ഉള്ള ഇലക്ട്രിഫൈങ് പെർഫോമൻസ് ആയിരുന്നു അതിനകത്തിൻ്റെ. പുള്ളിയുടെ കരിയറിലെ എല്ലാ പെർഫോമൻസുകളും, ഇപ്പോൾ ഫർസി ആണെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് വന്ന ഉൽജാഹുവ അങ്ങനെ എന്തോ പറഞ്ഞൊരു നീണ്ട പേരുള്ള ഒരു പടമുണ്ട്, അതിലേക്ക് ആണെങ്കിലും കോമഡി ടൈമിങ്സും ഡാൻസും എല്ലാം അടിപൊളിയായിട്ടുള്ളൊരു നടനാണ്. പക്ഷെ ഭയങ്കര അൺലക്കി ഹീറോ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചുരുങ്ങിയ വാക്കുകളിൽ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ആ അൺലക്കി ഫാക്ടർ അങ്ങനെ തുടർന്നു പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓ റോമിയോ സെയിം അതേ ഷേക്സ്പീരിയൻ ട്രാജഡിയുടെ ബേസിൽ പറയാനാണ് പുള്ളി ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. ഈ സിനിമ എടുത്തിരിക്കുന്നത് ബാൻഡിഡ് ക്വീൻസ് ഓഫ് മുംബൈ എന്ന് പറഞ്ഞ ഒരു നോവലിനെ അടിസ്ഥാനമായിട്ടാണ്. അതിലെ വൺ ഓഫ് ദ ചാപ്റ്റർ ആണ് ഇതിലെ ഓ റോമിയോ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഓ റോമിയോ എടുത്തിരിക്കുന്നത്. ഇതേ രീതിയിലാണ് ഇതിലെ ആ ബുക്കിലെ ഒരു സിനിമയായിരുന്നു ഗംഗൂബായ് കത്യാവാടി എന്ന് പറഞ്ഞിട്ട് സഞ്ജയ് ലീല ബൻസാലി എടുത്ത പടം. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ബുക്കിൽ നിന്ന് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പക്ഷേ ഇതൊരു ഭയങ്കര അടിപൊളി സംഭവമായിരിക്കും. ഇതിലും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ആ റോമിയോ എന്നുള്ള പേരും കാര്യങ്ങളും, ഫെബ്രുവരി 14 അടുപ്പിച്ചുള്ള പടത്തിൻ്റെ റിലീസും ഈ ട്രെയിലറിൻ്റെ സീക്വൻസും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും അതുപോലൊരു ഹൈ പ്രേമവും അതൊക്കെ അതിൻ്റെ വൈകാരികമായിട്ടുള്ള തീവ്രതയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ തുടക്കം കിടിലം. എനിക്കങ്ങനെ ആ പടത്തിൻ്റെ ട്രെയിലറിൽ തന്നെ കാണിക്കുന്ന കുറേ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട് തിയേറ്ററിനകത്തൊക്കെയുള്ള. ബാക്ക്ഗ്രൗണ്ടിൽ 90s മറ്റേ ധക്ക് ധക്ക് ധഡ്നെ ലഗ എന്ന് പറഞ്ഞിട്ടുള്ള സയ്യ മയ്യ, ആ ബേട്ട ആണെന്ന് തോന്നുന്നു അനിൽ കപൂറും മാധുരി ദീക്ഷിത്തിൻ്റെയും പാട്ട്. അതിനകത്ത് ഷാഹിദ് കപൂർ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് മാധുരി ദീക്ഷിത്തിനെ കണ്ടിട്ട് ഒരു കിസ്സൊക്കെ അടിക്കുന്ന സീനുണ്ട്. നമുക്കും അത് തന്നെ തോന്നും. ഒരു നിമിഷം ഷാഹിദ് കപൂറിൽ നിന്ന് കണ്ണ് നേരെ മാധുരി ദീക്ഷിത്തിലോട്ട് പോകും. ആ ഓർമ്മകളൊക്കെ അങ്ങനെ വരും. ആ സമയത്ത് ആ പാട്ടുകൾ കണ്ട ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു. ആ സീക്വൻസും അതിനകത്തെ ഫൈറ്റും ആ ഫൈറ്റിന് കൊടുക്കുന്ന ലൈറ്റിങ്ങും കാര്യങ്ങളും ഒരു ഹീറോയിക് സ്റ്റൈൽ അല്ല ശരിക്കും, എങ്കിൽ അത് ഭയങ്കര സ്റ്റൈലിഷ് ആണ് താനും. ഞാൻ വെച്ച് ഈ പടം പീക്ക് ചെയ്യും. ഇത് 3 മണിക്കൂർ ഇങ്ങനെ ദുരന്തരൊക്കെ തന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ, അട്ടിയെങ്കിൽ അടി അമ്മാതിരി. ഭരദ്വാജ് നോർമലി ഇത്രയും വയലൻസ് സിനിമയിലോട്ട് കൊണ്ടുവരുന്ന ഒരു ഡയറക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇൻറ്റൻസ് ആയിട്ടുള്ള സീനുകൾ ഉണ്ടാവും, നമ്മളെ പിടിച്ച് ഒലയ്ക്കുന്ന സംഭവങ്ങളുണ്ടാവും, പക്ഷേ വയലൻസ് അധികം ഉണ്ടാവില്ല. പക്ഷെ പുള്ളി ഫോഴ്സ്ഡ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് സീൻ അൺനെസസറി ആയിട്ടുള്ള വയലൻസ് ഇതിനകത്ത് കുത്തിക്കയറ്റിയിട്ടുണ്ട്. അനിമലും ദുരന്തറും ഒക്കെ സമ്മാനിച്ച പോലെ തന്നെ വയലൻസ് ഇതിനകത്തും വേണം എന്നൊരു പക്ഷേ മേക്കേഴ്സ് വാശി പിടിച്ചുകൊണ്ടാവാം. സെയിം എന്താ പറയുക, ഓൾഡ് സ്റ്റോറി, പ്രണയം പ്രണയം തോന്നുന്നു. പക്ഷേ അതങ്ങോട്ട് എന്താ പറയുക, രണ്ടുപേർക്കും ആ പ്രണയത്തിൽ സക്സസ് ആവുന്നില്ല. വേറൊരു ബാക്ക് സ്റ്റോറി, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഫ്രണ്ട്ഷിപ്പ്, വളരെ പ്രൊഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി ലൈൻ. അവിടെയൊക്കെ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ച് കൊണ്ടുപോകുന്ന ഒറ്റയാൾ പെർഫോമൻസ് ഷാഹിദ് കപൂർ. വളരെ അൺലക്കി. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് സത്യം പറഞ്ഞെങ്കിൽ. ഒരു പടത്തിന് നെഗറ്റീവ് റിവ്യൂ, അതും പ്രത്യേകിച്ച് നന്നായി വരും എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷയോട് പോയ ഒരു പടത്തിന് ഒരു നെഗറ്റീവ് പറയുന്നത് തന്നെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എനിക്കിത് അങ്ങനെ ഒരു എന്താ പറയുക, ഇത് ആമസോണിൽ വരുമ്പോൾ കണ്ടാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് തോന്നിയത്. വിശാൽ ഭരദ്വാജിൻ്റെ മുൻകാല ചിത്രങ്ങളിലെ ബ്രില്യൻസോ കാര്യങ്ങളോ മേക്കിംഗ് മികവുകളോ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം ഇങ്ങനെ പ്ലോട്ടെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത് എന്തിലേക്കാണ് പോകുന്നത് എന്നൊക്കെ ഉള്ളതുണ്ട്. പുള്ളിയുടെ ഡയലോഗ്സിൽ പോലും എനിക്ക് അത്ര വലിയ ഇത് തോന്നിയില്ല. ആപ്കോ മേരി റൂ റൂ ചാഹിയെ ജിസിം നഹി,
ഏ ജന്മ നെഹി ഹോ സക്ത എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ ഇതൊക്കെ ഇത്ര പ്രാവശ്യം കേട്ടിട്ടുള്ള ഡയലോഗാണ്. പിന്നെ ബുർഖാമേ സിന്ദൂർ, ഏ ഹേ ഇന്ത്യ, ഏ ഹേ അസ്ലി ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാനാ പട്ടേക്കറുടെ ഡയലോഗ്. അത് പറഞ്ഞ ആർട്ടിസ്റ്റുകളെല്ലാം സൂപ്പറാണ്. നാനാ പട്ടേക്കർ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പുള്ളി അങ്ങനെ ഭയങ്കര ഔട്ട് ഓഫ് കൺട്രോൾ ബ്ലാസ്റ്റ് പരിപാടിയൊന്നുമില്ല. വളരെ സട്ടിലായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഈ പടത്തിലെ എല്ലാവരും വന്നിട്ട് നല്ല പച്ചയ്ക്ക് റോ ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്. അതൊക്കെ രസമാണ്. അതൊക്കെ നന്നായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്, വർക്ക് ആവുന്നുണ്ട്. മാ ചു അതൊക്കെ വരത്തുള്ളൂ. പക്ഷെ അതൊക്കെ രസമാണ്. അതൊക്കെ നല്ല രസമായിട്ട് നല്ല ബ്ലെൻഡായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഫറീദ ജലാൽ അമ്മ ക്യാരക്ടറൊക്കെ അഭിനയിച്ചിരിക്കുന്ന അവരുണ്ടല്ലോ, ഈ എല്ലാ പടങ്ങളിലും ഉണ്ടാവും. കുച്ച് കുച്ച് ഹോത്താഹെ, കരൺ ജോഹാറിന്റെ മൂവീസിലൊക്കെ ഉണ്ടാവും അമ്മയായിട്ട് വന്ന് കുടുംബങ്ങളെ കണക്ട് ചെയ്യുന്ന. അവര് വരെ വന്നു നിന്ന് പൂരത്തെറിയാണ് ശരിക്കും സിനിമയിൽ. നീ പോകുമ്പോൾ എങ്ങനെ വേണേ പോകും, പക്ഷെ തിരിച്ചു വരുമ്പോൾ ഡോണ്ട് ബി എ ചൂത്തിയ എന്നുള്ള രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് എല്ലാവരുടെ പാർട്ടും നന്നാക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ഹൈ പവറിൽ തുടങ്ങുന്ന ഒരു പടം, ഭയങ്കര ഗൂസ് ബംസ് ഒക്കെ തടന്ന ഇത് പൊളിക്കും, ഷാഹിദ് കപൂറിന്റെ ഒരു സോളോ ഹിറ്റ് ആവും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നിടത്ത് ഇന്റർവെല് വരുമ്പോഴത്തേക്കും അതൊരു ഒന്ന് ഡൗൺ ആവും. പിന്നെ അങ്ങോട്ട് ക്ലൈമാക്സ് എത്തും വരെയും എനിക്ക് ഒന്നും തന്നെ ഒരു എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പോലെ ഉള്ളൊരു ഫീല് കിട്ടിയ പടം. ഇതായിരുന്നു എൻ്റെ അഭിപ്രായം. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. ഒരു പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഞാൻ സീരിയസ്ലി പറയുകയാണ്. സോ നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയി ഗൈസ്. ഇനിയിപ്പോൾ മൈ ലോഡ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിപ്പോൾ ഉടനെ കാണാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അത് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂവുമായി വരാം.